ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കല്യാണമാണ്, ഷീതുവിൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞല്ലോ. ശീതൽ എന്നാണ് പേര്, എന്നാൽ ഷീതു എന്നാണ് വിളിക്കുക. അപ്പോൾ ഷീതുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ രാവിലെ തൊട്ട് അതിൻ്റെ ഒരുക്കത്തിൽ നമ്മൾ പറയില്ലോ, എവിടെയെങ്കിലും പോണതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാവുന്നത്. അപ്പോൾ 3 മണിക്കാണ് കെട്ട്. അത് കഴിഞ്ഞിട്ട് 6:30 തൊട്ടാണ് റിസപ്ഷൻ, പുഴയോരത്ത്. അങ്ങനെയാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പതിവ് പോലെ എണീറ്റ് സാധാരണ ദിവസം പോലെ തന്നെ, പിന്നെ പാച്ചും ഡിമ്പിളും ഇല്ലാത്തതിൻ്റെ ഒരു അനക്കക്കുറവുണ്ട് എന്നും മാത്രം. അങ്ങനെ എണീറ്റ് ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ചാക്കോച്ചൻ അവിടെ ഇരുന്ന് ഭയങ്കര ഡാൻസാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണാത്ത പോലെ പോയപ്പോൾ മൂപ്പര് കോർണറിൽ ഇരിക്കുക. അപ്പോഴാണ് എന്നെ കണ്ടത്. എന്നെ കണ്ടപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ അവന് ഭയങ്കര ഇൻട്രസ്റ്റായി കളിക്കാനായിട്ട്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കളിക്കും. പക്ഷെ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം, കാരണം അവനറിയാറായിട്ടില്ലല്ലോ. അപ്പോൾ അവൻ എല്ലാത്തിൻ്റെയും മുകളിലൊക്കെ കയറി അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഒരാളുടെ കണ്ണെപ്പോഴും പിന്നിൽ വേണം. ഇപ്പം ഞങ്ങളാരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴാണ് ഡിവൈനും വന്ന് നോക്കിയപ്പോൾ ഈ ഒരു പൊസിഷൻ അവൻ ആദ്യമായിട്ട് ഇരിക്കണം കേട്ടോ. ആ മുക്കിൽ വന്നിരുന്നിട്ട് ഷോക്കേസിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ കൈയിട്ട് ഓരോന്ന് എടുക്കാൻ നോക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ പണി. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചാർജർ വെച്ച കാരണം ഷോക്കേസ് കംപ്ലീറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഒരു ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നാണ് ഞങ്ങൾ കണ്ടത് അവൻ്റെ ശ്രദ്ധ അവിടേക്ക് പെട്ടിട്ട് കൈ പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നത്. അങ്ങനെ അവൻ്റെ എന്താ പറയുക, അവനെ എടുത്ത് താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നത്തെ അവൻ്റെ വാശി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എടുക്കണം എന്നുള്ളതാണ് കേട്ടോ. മൂപ്പർക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ എന്നും പറയണ പോലെ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് ഭയങ്കര ഒരു വാശിയല്ല, ഒരു കൊഞ്ചൽ, അത്രയേ ഉള്ളൂ. പിന്നെ അവൻ്റെ പ്രായം അതല്ലേ. അങ്ങനെ മൂപ്പര് ഇന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുക്കിൽ കയറി നിന്നിട്ട് ഈ സ്പൈഡർമാൻ്റെ പോലെ ഓരോന്ന് കിടന്ന് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവനെ എടുത്ത് താഴെ ഇറക്കി വെച്ചപ്പോഴേക്കും ഇവിടെ തോമുട്ടൻ മിടുക്കനായിട്ട് റെഡി ആയിട്ട് വന്നു. സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സിൽ അവൻ വന്നു. അപ്പോൾ ഇവിടെ ഡിവൈൻ ഇന്ന് പുട്ടും മീൻകറി ഉണ്ടായിരുന്നു. മീൻകറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാണ്ട് പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡാഡിയാന്ന് തോന്നുന്നുണ്ട് രാവിലെ പഴം വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്. പക്ഷേ പഴം കാര്യമായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല. കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ അവൻ ഭംഗി മാത്രമേ ഉണ്ടായുള്ളൂ, വലിയ കാര്യമൊന്നുമില്ല. കല്ല് പോലത്തെ പഴം കേട്ടോ. എന്നാലും പിന്നെ തോമൂന് പുട്ടും പഴവും കുഴച്ച് വെച്ച് കൊടുത്തു. ഇപ്പോൾ തോമൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ മാം നിർബന്ധിച്ച് കൊടുക്കണ കാരണം നാടൻ പലഹാരങ്ങളെല്ലാം അവൻ കഴിച്ചു തുടങ്ങി കേട്ടോ. അതിൻ്റെ വ്യത്യാസം അവനെ കാണാനുണ്ട്. കുറച്ച് വല്ലാണ്ടുള്ള ക്ഷീണമൊക്കെ മാറി അവനൊന്ന് തുടുത്ത് വരുന്നുണ്ട്. അങ്ങനെ അപ്പയുടെ കൂടെ സ്കൂട്ടറുമ്മ അവൻ പ്ലേ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നോക്കി നിൽക്കുക ചാക്കോച്ചൻ അങ്ങനെ കരഞ്ഞൊന്നുമില്ല, എന്നാലും ഒരു വിഷമമൊക്കെ ഉണ്ട് അവന്. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഓടും പിന്നാലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ പോരും മൂപ്പരിട്ടോ. രണ്ട് വലിയ വാശിയില്ല, പിന്നെ സ്ഥിരം ശീലമായില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് ഞാനീ പറഞ്ഞ പോലെ കയറ്റുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ നിന്നിട്ട് ഗേറ്റ് വരെ കൊണ്ടുപോകാൻ പറയുമ്പോൾ ഡിവൈൻ പറയും വേണ്ട, ശീലിപ്പിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ശരിക്കും അത് തന്നെയാണ് ഉണ്ടായത്, ശീലിപ്പിക്കാണ്ടായപ്പോൾ അവനതിനോടുള്ള ആഗ്രഹമില്ല. അങ്ങനെ ഇവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് കണ്ട് അവനറിയാം ഇതിലേ പോകുന്ന സ്ഥലമാണെന്നുള്ള. അവൻ ടാറ്റയൊക്കെ പറഞ്ഞ് പിന്നെ അവൻ്റെ ലക്ഷ്യം ജീപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഡാഡിയോട് എനിക്കൊന്ന് ഡൈ ഇടണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഡിവൈൻ ഇന്നലെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു തലയിൽ അവിടെ ഇവിടെയൊക്കെ വെള്ള കളർ കാണുന്നു മമ്മിയെ, ഒന്ന് ഇട്ടുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് രാവിലെ സമയമുണ്ടല്ലോ, ഉച്ച തിരിഞ്ഞല്ലേ ഫങ്ഷൻ, അപ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡാഡി എനിക്ക് ഡൈയൊക്കെ ഇട്ടുതന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇവൻ മുറ്റത്ത് കളിയാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ റോബോട്ടിനെ ഡിവൈൻ ഹാളിൽ മാത്രം ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് ഇട്ടു. കാരണം എങ്ങനെയോ കുട്ടികളെ എനിക്ക് തോന്നുന്നു ജ്യൂസും ചായയൊക്കെ കുടിച്ചിട്ട് ഇറ്റ് വീഴുമ്പോൾ അതിൽ പൊടി വന്ന്, വെള്ളമൊക്കെ ആയാലും വെള്ളം ഇറ്റ് വീഴുമ്പോൾ പൊടി വന്നടിയുമ്പോൾ കറിയാവില്ല. അങ്ങനെയാണ് ഇപ്പോൾ ആവണത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഹാള് മാത്രം ഡിവൈനൊന്ന് മറ്റേ റോബോട്ടിനെ വിട്ടു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു മറ്റേ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യാത്ത സാധനം ആയതുകൊണ്ട് തന്നെ ആ മോൻ തന്നെ പറഞ്ഞു അത് റിട്ടേൺ അടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ അടിച്ചു. നല്ലൊരു മോനായിരുന്നു കൊറിയറും കൊണ്ട് വന്നത് കേട്ടോ. അപ്പം ഞാൻ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ഡിവൈൻ മോനെയും കൊണ്ട് മുകളിലേക്ക് പോയി. കാരണം ഇനി പോകേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ ഞാൻ വേഗം കിച്ചൺ ഒതുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഡാഡി രാവിലെ പോയി വരുമ്പോൾ കൊണ്ടുവന്നത് ഓറഞ്ച്, നല്ല ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ള നല്ല മധുരമുള്ള ഓറഞ്ച് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. വല്യപ്പൻ്റെ മക്കൾ സജ്ജനും സണ്ണിയും ഷേർലിയും മോളിയും ഷേർലിയുടെ ഹസ്ബൻഡ് ഡേവിസും ഒക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വെറുതെ വന്നത്, എന്തായാലും കല്യാണ വീട്ടിലേക്ക് വരണതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വിസിറ്റ് വന്നു. കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു എടുത്തു.
അങ്ങനെ അവർ പോയിട്ടോ, അവരെ ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഷേർലിനെയും മോളിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഉച്ചയിലത്തെ ഫുഡ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ കണ്ടറിയാം. ഫുഡൊക്കെ അങ്ങനെ തന്നെ ബാക്കിയായിരുന്നു. ചോറ് മാത്രം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശരിക്ക് 2:30 പോസ്റ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും സമയം എന്താ 3 10 മിനിറ്റ് വേഗം ഡ്രസ്സ് മാറി. അപ്പം ഞാനും ഡാഡി മാത്രമാണ് പള്ളിയിലേക്ക് പോണത്. മറ്റവരൊക്കെ സമാധാനത്തിൽ പുഴയോരത്തേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഡിംപിളൊക്കെ അവിടെ നിന്നാണല്ലോ പറഞ്ഞത്. പിന്നെ ഡിവൈനും ഡോണും കുട്ടികളും ഇവിടെ നിന്ന്. അപ്പോൾ കുട്ടികളായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും, കേൾക്കുന്നവർക്ക് എന്തിട്ടപ്പോൾ കുട്ടികളെ കൊണ്ടുവന്നാലെന്നാ വിചാരിക്കും. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ സെപ്റ്റംബർ 15 നമ്മുടെ ബിഗ് ഡേ, അങ്ങനെയാണ് ഞങ്ങൾ ആ ദിവസത്തിന് പേരിട്ടിരിക്കുന്നത്, ബിഗ് ഡേ എന്നാണ്. അതായത് തോമോൻ്റെയും ചാക്കോച്ചൻ്റെയും ബർത്ത്ഡേ, മാമോദിസ, പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി, കല്യാണം, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം കൂടിയിട്ട് ഒരു ബിഗ് ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ സെപ്റ്റംബർ 15 ഞങ്ങൾ ഇട്ടിട്ടുള്ള പേരാണ് നമ്മുടെ ബിഗ് ഡേ എന്ന് പറയുന്നത്. ആ ബിഗ് ഡേക്ക് ഉടുത്ത സാരിയാണിത് കേട്ടോ. അവസാന നിമിഷമാണ്. അപ്പോൾ വാലായ്മ ആയതുകൊണ്ട് കറുപ്പ് സാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാരിയാണ്. അങ്ങനെ ഞങ്ങളിതേ നടത്തറപ്പള്ളി, നമ്മുടെ പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ നടത്തറപ്പള്ളി വന്നപ്പോൾ ആ പിള്ളേർസൊക്കെ ഓരോ സെക്ഷനായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പള്ളിയിൽ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാനും 2 ഫോട്ടോ എടുത്തു കുട്ടികൾക്കൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഗൗൺ മാറ്റി ഇനിയിപ്പോൾ വേഗം മന്ത്രോടി കൊടുക്കുക, അപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഫോട്ടോ എടുത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കില്ല. പിന്നെ കുർബാന എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കണ നേരത്താണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. സാധാരണ ഞാൻ പള്ളിയുടെ ഉള്ളിൽ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ കപ്പിൾ ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് അപ്പോൾ ഡാളിയും പോൾ ജോർജേട്ടനും ഇവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വിചാരം പള്ളിയുടെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ഇവർ ശവക്കോട്ടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ശവക്കോട്ടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ ആകാശ് 2 വട്ടമായി കാണുമ്പോൾ പറയുന്നു, ആൻറ്റീനെ അങ്കിളിനെയും ഞാൻ എപ്പോൾ കാണുമ്പോഴും സിമിട്രിയിലാണ് കാണാറെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളുടെ കെസ് ബേബിയുടെ അടുത്ത പുറത്താണ് അവരുടെ പപ്പയും കിടക്കണേന്നുള്ളത് കേട്ടോ. അങ്ങനെ അവർ അവിടെ പോയി, ഞങ്ങളും അവിടെ പോയി. അത് കഴിഞ്ഞപ്പോൾ ഇത് നോക്കിയപ്പോഴാണ് അക്കി ഇവിടെ ഡാളീനെ ഇവിടെ കാറിൽ ഈ സൈഡിൽ കയറ്റി അവിടെ ഇരുത്തിയേക്കാം. അപ്പോൾ ഇറങ്ങി കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ചേച്ചി പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇരുന്നിട്ടാണ് കുർബാന എന്താ പറയുക കൂടിയത്. കൈക്കോട്ടതെന്നൊന്നും പറയാൻ പറ്റില്ല. കുർബാനയ്ക്ക് ഇവിടെ ഇരുന്നു കൊണ്ടാണ് കുർബാന കേട്ടത് കേട്ടോ. അങ്ങനെ ഇതാണ് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഭാര്യ വല്യമ്മ ഷേർലി മോളി. 2 പെൺകുട്ടികളാണ്, പിന്നെ 3 ആൺമക്കളും, 4 ആൺമക്കൾ അതിലൊരാൾ സന്തോഷേട്ടൻ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ ആ വല്യമ്മയ്ക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ആളെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരു ഓർമ്മയില്ല, ഒന്നിനെക്കുറിച്ച് ഓർമ്മയില്ല. നമ്മൾ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ആരാന്ന് ചോദിച്ചാൽ ആരാ എന്നാൽ അറിയില്ല എന്നൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ ചിരിച്ച് എല്ലാവരോടും ഇരിക്കുക, പക്ഷേ ഒന്നിനെക്കുറിച്ചും ഒരു ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു നല്ല ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഒന്നിനെക്കുറിച്ചും ഇല്ല ഒരു ആവലാതി, ഒന്നിനെക്കുറിച്ചും ഇല്ല. കൊടുക്കണത് കഴിക്കുക, അത് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ടെൻഷനോ ഒന്നും ആൾക്കില്ല. ഞാൻ പറഞ്ഞു നല്ല ഒരു എന്താ പറയുക ലൈഫ് എന്ന് പറഞ്ഞു. ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട നല്ല സന്തോഷമായിട്ട്. ഇപ്പോൾ സന്തോഷേട്ടൻ മരിച്ചല്ലോ. അപ്പോൾ അതേ നമ്മളെ കെസ് ബേബിയുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ ഞാൻ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഫോണും കൊണ്ടല്ല പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പിന്നീട് ഡാഡീനെ വിട്ടിട്ട് ഞാനൊരു ഇതെടുപ്പിച്ചതാണ് കേട്ടോ, മോൻ്റെ മറ്റേ എന്താ പറയുക ഫോട്ടോയും കാര്യങ്ങളും ഇടിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ കെസ് ബേബിക്ക് അപ്പോൾ തൊട്ടപ്പുറത്ത് 2 കുഴി അപ്പുറത്ത് ഒരു പുതിയ കുഴി തോണ്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് മരണം ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ശരിക്കും എൻ്റെ കൂടെ ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ വന്നു കേട്ടോ അവിടേക്ക്. പാപ്പൻ്റെ മോനും മോളുടെ കൊച്ചും ഒക്കെ വന്നു. ഇവിടെയാണ് കെസ് ബേബി ഉണ്ടെന്ന് കേട്ടപ്പോൾ അവരൊക്കെ വന്ന് എൻ്റെ മോൻ്റെ അടുത്ത് വന്നിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനൊരു കല്യാണം അവിടെ നടന്നതുകൊണ്ടാണല്ലോ അവൻ്റെ അടുത്തേക്ക് അവർക്കൊക്കെ വരാൻ പറ്റിയത്. അപ്പോൾ അതിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാനും മോളിയാണ് ഒരേ ബാച്ചുകാർ കേട്ടോ. ഞങ്ങൾ സെൻറ്റ് മേരീസിൽ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയെങ്കിലും ഞങ്ങളാണ് ഡോളിയും മോളിയാണ് ഞങ്ങൾ സെറ്റായിരുന്നത്. അപ്പോൾ ഇപ്പോഴും അതെ, എൻ്റെ എല്ലാ അവസ്ഥയിലും നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഇതിൻ്റെ ഇടയിൽ പല അവസ്ഥകളിലും കൂടി കടന്നു പോയതാണ്. അപ്പൊക്കെ എൻ്റെ കൂടെ സാരല്ലടി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് 2 അപ്പച്ചൻ്റെ വശത്തുനിന്ന് ഒരാളും അമ്മച്ചിയുടെ വശത്തുനിന്ന് ഒരാളുമാണ് ഉണ്ടായിരുന്നത്. അത് അപ്പുറത്ത് ബേബിമായും ഇപ്പുറത്ത് മോളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഭയങ്കര ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ്.
അങ്ങനെ ഞങ്ങൾ ദേ ചെക്കൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്ന് ദേ വന്നു പുഴയോരത്തേക്ക്. ചെക്കൻ്റെ വീട്ടിൽ കയറി അവിടെ നിന്ന് ഒരു ചായയും പിന്നെ തൊട്ടടുത്താട്ടോ ചെക്കൻ്റെ വീടെന്ന് പറയുന്നത്. മാമോൻ്റെ വീട് തൊട്ടടുത്താണ്, ഐക്യനഗറിലാണ്. പള്ളിയുടെ 2 അപ്പുറം കുറച്ചേ അങ്ങോട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് ചായയും കേക്കും കഴിച്ച് വീടൊക്കെ കണ്ട്, വീട് കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങളാരും എവിടെയും പോയില്ല കേട്ടോ, അവിടെ ഇരുന്നുള്ളൂ. ഇരുന്നോടത്തിരുന്ന് ചായ ഇതും കഴിച്ച് താലിയൊക്കെ ഒന്ന് മാറ്റിയിടുന്നതൊക്കെ കണ്ടു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ പിടിച്ചേൽപ്പിക്കൽ ഇവിടെ നിന്ന് ഏൽപ്പിച്ച് എന്നിട്ട് ഞങ്ങൾ നേരെ പുഴയോരത്ത് വന്നു. പുഴയോരം എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യം, പുഴയോരം എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഓർമ്മ വരെ ഡോണിൻ്റെയും ഡിമ്പിളിൻ്റെയും മനസ്സമ്മതമാണ് എന്ന് പറയും. അപ്പോൾ കുറേ പേർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, 2 പേരുടെയും കല്യാണമായിരുന്നു ഇവിടെയെന്ന്. കല്യാണമല്ല, കല്യാണം 2 പേരും 2 സ്ഥലത്തായിരുന്നു. ആൻസൻ്റെ അവിടെയും പിന്നെ ഡോണിൻ്റെ അവിടെ മറ്റേ ഭാഗത്തുമായിരുന്നു, എറണാകുളത്തുമായിരുന്നു കേട്ടോ കെട്ട്. അങ്ങനെ അപ്പോൾ ഇവിടെ 2 പേരുടെയും മനസ്സമ്മതം. അപ്പോൾ പണ്ടൊക്കെ ആൾക്കാർ പറയില്ലേ 2 കല്യാണം ഒരുമിച്ച് ഒരു ദിവസം നടത്താൻ പാടില്ല. അപ്പോൾ കുറേ പേരുടെ വിചാരം അങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായിയുടെ മക്കളാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ, ആ അമ്മായിയുടെ മരുമക്കളും മോളുമാണ് കേട്ടോ. ഇവർ 10 മക്കളാണ്. 10 മക്കളിൽ ദൈവം സഹായിച്ച് 10 പേര്. ഒരാൾ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. ബാക്കി 9 ആളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ. അല്ലറ ചില്ലറ അസുഖങ്ങൾ അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പ്രായത്തിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമില്ല. അത് ബേബിയേട്ടൻ, ഇത് ആൻറ്റേട്ടൻ. ആൻറ്റേട്ടൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ അപ്പച്ചൻ ഗൾഫിലേക്ക് പോയത് ആൻറ്റേട്ടൻ മുഖേനയാണ് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ വല്യപ്പൻ്റെ മോള് മോളിയുടെ ചേച്ചി ഉണ്ടല്ലോ, ഷേളിയുടെ 2ാമത്തെ മകനും മൂത്ത മോൻ്റെ കൊച്ചുമാണ്. അങ്ങനെ എന്താ പറയുക, ഇത് ഷേളിയുടെ ഹസ്ബൻഡാണ് ഡേവിസ്. ചാലക്കുടിയാണ് അവരുടെ വീട്. ഇവർ താമസിക്കുന്നത് എറണാകുളത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഹോളല്ല ഔട്ട്ഡോറാണ്. അപ്പോൾ പുഴയോരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കുറേ ഓർമ്മകളാണ്. 9 വർഷമായി ശരിക്കും ഇവിടെ വന്നിട്ട്. അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വരും കേട്ടോ. അപ്പോൾ വല്യമ്മേനെ കണ്ടു. 2 ആൺമക്കളും ഇടവും വലവും ചേർത്ത് പിടിച്ച് നടക്കും. ഒരു എന്താ പറയുക, എല്ലായിടത്തേക്കും കൊണ്ടുപോകും. എല്ലാ കാര്യവും പള്ളിയിൽ ഞാൻ പറയായിരുന്നു, കുർബാന കണ്ടുകൊണ്ടിരുന്ന് കുർബാന സ്വീകരണത്തിൻ്റെ നേരെ ഇപ്പോൾ സജ്ജൻ ഈ മോൻ വന്ന്, ഇവർ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ, സജ്ജനും സണ്ണിയും 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല. സജ്ജൻ വല്യമ്മേനെ കൊണ്ടുവന്ന് കുർബാന സ്വീകരിപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും ഭാഗ്യമുള്ള ഒരു അമ്മയാണെന്ന്. കാരണം ഒന്നിനെക്കുറിച്ചും ഒരു ആവലാതിയില്ല. എന്നാൽ 2 മക്കളും ഇടവും വലും, 2 പേരും കല്യാണം കഴിച്ചിട്ടില്ല, ഇടവും വലും. പക്ഷേ നിൽക്കുന്നത് ഇപ്പോൾ നോക്കുന്നത് പെൺകുട്ടികളാണ് കേട്ടോ. ഷേളിയും മൂളിയും മാറിയിട്ടാണ്. പിന്നെ സന്തോഷേട്ടൻ മരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ടെങ്കിലും വല്യമ്മയെ സംബന്ധിച്ച് വല്യമ്മയ്ക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. വല്യമ്മ ഇതിനെക്കുറിച്ച് ഒന്നും ബോധവടല്ല. ആളുടേതായ ലോകത്ത് ചിരിച്ചും കളിച്ചും എന്താ പറയുക തമാശ പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു മക്കളെ നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ സന്തോഷമായിട്ട് ഇപ്പോഴും എവിടെയാണെന്ന് ചോദിച്ചാൽ അവനെവിടേക്കോ പോയേക്കാണെന്നാണ് പറയുക, അല്ലാണ്ട് മരിച്ചു എന്നുള്ളത് ആൾക്കറിയില്ല. അപ്പോൾ ഇന്ന് ഡോൺ തമാശയ്ക്ക് പറഞ്ഞു സന്തോഷേട്ടൻ പിയോളി ജോർജിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞു. അതായത് അപ്പച്ചൻ്റെ ചേട്ടനാണ്, വല്യമ്മയുടെ ഹസ്ബൻഡാണ് ജോർജ്. അപ്പോൾ പിയോളി ജോർജ് എന്നാണ് അന്നത്തെ അങ്ങനെ പറയുക. പിയോളി ആൻഡ് കമ്പനിയുടെ ആളായിരുന്നു. അപ്പോൾ പിയോളി ജോർജിൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞു, കളിയാക്കി ചിരിക്കുക. പിന്നെ നീ പറയണതല്ല, എൻ്റെ മോൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് മരിച്ചു എന്ന് ഇപ്പോഴും ആൾ ഉൾക്കൊണ്ടിട്ടില്ല. സന്തോഷേട്ടനും സജ്ജനും സണ്ണിയാണ് വല്യമ്മയുടെ എന്താ പറയുക 3 പില്ലേഴ്സ്. ബാബേട്ടൻ പിന്നെ നാട്ടിലുണ്ടായിരുന്നു. ഇവരൊക്കെ ഗൾഫിൽ തന്നെയായിരുന്നു കേട്ടോ, ആരും നാട്ടിലുണ്ടായിരുന്നില്ല. സജ്ജൻ മാത്രം നാട്ടിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വെച്ച് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ക്ഷീണം ഇവിടെ വെച്ച് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. ആൾക്കാരൊക്കെ വരണേലും പിന്നെ പ്രത്യേകിച്ച് പോൾസേട്ടൻ്റെ ഫോട്ടോസ് എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ്. അപ്പോൾ പോൾസേട്ടനെ കൊണ്ട് ഞാൻ ഫോട്ടോസൊക്കെ എടുപ്പിച്ച് അപ്പോഴാണ് ഇവിടെ അമ്മായിയുടെ മക്കളും മരുമക്കളൊക്കെ ഇരിക്കുന്നത്. എന്നാൽ പിന്നെ അവരുടെ കൂടെയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി. അപ്പോൾ ഇത് ബേബിയേട്ടനും വയ്യ. ആൻറ്റേട്ടന് ദൈവം സഹായിച്ച ഒരു കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് നിൽക്കണു. ആൻറ്റേട്ടൻ്റെ വൈഫാണ് റോസ്ലേച്ചി, പിന്നെ റോസ് മോളേച്ചി, പിന്നെ ഓമനേച്ചി. ബേബിയേട്ടൻ്റെ വൈഫാണ് ഓമനേച്ചി. ഇത് ഷേളിയുടെ മോനും വൈഫുമാണ്. പിന്നെ കുഞ്ഞേ മോനെ നമ്മൾ നേരത്തെ കണ്ടല്ലോ. അങ്ങനെ ഇത് മുഴുവൻ നമ്മളുടെ ബന്ധുക്കളാണ്. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കല്യാണത്തിന് പോയിട്ട് ഇതൊക്കെ ഓടി നടന്നെടുക്കുമായിരുന്നു എന്ന്. ഇത് നമ്മളുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ PV പോൾസൺ എടുത്തതാട്ടോ. അതായത് അക്കിയുടെ പേപ്പനിൽ പോൾസൺ പേപ്പ് എടുത്തതാട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോൾസേട്ടൻ്റെ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എനിക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതൊക്കെ പോൾസേട്ടനെ ഏൽപ്പിക്കും. പോൾസേട്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തന്നോട്ടെ വ്ളോഗിലേക്ക് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ
ആളെനിക്ക് എടുത്ത് തരുന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ദേ കണ്ടപ്പോൾ പറയുക കുട്ടികളോട്, ദേ പേപ്പൻ വന്നിട്ടുണ്ട്, ഒന്ന് അങ്ങോട്ട് നോക്കിക്കോ എന്ന്. അപ്പോൾ കുട്ടികൾക്കും അതെ, എല്ലാവർക്കും അതെ, പേപ്പനെ എൻകറേജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വലിയ ഡാഡി കണ്ണടച്ച് പാട്ട് കേൾക്കുക. കാരണം 2 നല്ല പിള്ളേർ. ഞാനത് പറയാൻ വിട്ടുപോയേനെ കേട്ടോ. മറ്റേ അയ്യോ അവൻ്റെ പേര് എന്നോട് പറഞ്ഞായിരുന്നല്ലോ, ഒരൊറ്റ മിനിറ്റ്. ഞാനതൊന്ന് നോക്കാൻ പോയതാ. സുബിയും നോയലും. സുബിയാണ് പാടുണ്ടായിരുന്നത്, നോയൽ മറ്റേ ഇത് എന്താ പറയുക മറ്റേ ഓർഗൻ യൂസ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു കേട്ടോ. അയ്യോ പാട്ടെന്ന് ഞാൻ ആ മോനോട് അവസാനം ഞാൻ ചെന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ പാട്ടുകൾ ഫുൾ മെലഡി സോങ്സ് ആയിരുന്നു കേട്ടോ. അത് ഹിന്ദിയും തമിഴും മലയാളം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള, അതായത് ഒറ്റ ഭാഷയല്ലാന്ന്, ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്തത് ആ ഒരു പാട്ട് ഇങ്ങനെ നമ്മളുടെ പ്രത്യേകിച്ച് മെലഡിയാണല്ലോ, നിങ്ങൾക്ക് അറിയാം. സ്വതവേ എനിക്ക് പാട്ടുകളോട് പ്രത്യേകിച്ച് മെലഡി സോങ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ ഓരോ ജോലി എടുക്കുമ്പോഴും ഞാൻ പറയാറില്ലേ, ഞാൻ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പണികളും ചെയ്യുക. അപ്പോൾ ഇവിടെ അതേ എനിക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അവരെ കാണാൻ പോകാണ്ട് ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ അല്ല, ഒരു ചെറിയൊരു ഇതെടുത്തിട്ടുണ്ട്. എനിക്ക് അവരെ പാട്ട് ഇത് ശരിക്കും ഇത് കാണിക്കുമ്പോൾ പാട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, എനിക്ക് കാണിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ കേൾപ്പിക്കണമെന്നുണ്ട്. പക്ഷേ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഞാനത് വിട്ടത്. ശരിക്കും ഈ 3 മിനിറ്റ് അല്ലെങ്കിൽ ഫുൾ എനിക്ക് ഈ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്താൽ മാത്രം മതി, വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല. പക്ഷേ എനിക്ക് ധൈര്യമില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ കഴിച്ചത്. എൻ്റെ ഫേവറേറ്റ് ടേബിൾ ഈ സാലഡ്സിൻ്റെ ടേബിളായിരുന്നു കേട്ടോ. നല്ലോണം ഡിഷുകളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടേക്ക് എവിടെയും പോയില്ല. ഞാൻ ജസ്റ്റ് നൂൽ പൊറോട്ട എടുത്തു, പിന്നെ കുറച്ച് മട്ടൺ കുറുമയുണ്ടായിരുന്നു അതെടുത്തു, പിന്നെ ഫുൾ സാലഡ് ഓരോ സ്പൂൺ എല്ലാ സാലഡിൽ നിന്ന് എടുത്തു. അതിലെനിക്ക് എഗ് സാലഡാണ് കൂടുതൽ ഇഷ്ടമായത്. കുറേ തരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പോൾസേട്ടൻ പോയി ഫുൾ കവർ ചെയ്തതാണ്. കാരണം ഇപ്പോഴത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ 4 or 5 ഉണ്ട് തോന്നുന്നുണ്ട്, എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയില്ല. ഡോണിനൊക്കെ അറിയാം, നമ്മൾ ഈവൻറ്റ്സ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടമാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതുപോലെ ഇത്രയും വൈഡായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ കുറേ കാര്യങ്ങൾ മനോജേട്ടൻ്റെ കേട്ടോ പുഴയോരം. അപ്പോൾ നമ്മളായിട്ട് ഭയങ്കര അടുപ്പാണ് മനോജേട്ടൻ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നഷ്ടാവുകയൊക്കെ ചെയ്തെങ്കിലും ഓരോ വശത്തുനിന്ന് കയറി ഇപ്പം എത്ര സ്റ്റേജ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയാൻ പറ്റില്ല. ചില മീറ്റിങ്ങുകൾ നടക്കുന്നതുണ്ട്, കൊച്ചു ബർത്ത്ഡേ പാർട്ടി, അങ്ങനത്തെ കുഞ്ഞ് സ്റ്റേജുകൾക്ക് പറ്റിയ ഇതുണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു 2 ഏരിയ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെൽക്കം ഡ്രിങ്ക് ഒരറ്റത്താണെങ്കിൽ മറ്റേ സ്റ്റേജ് വേറെ വശത്ത്, ഫുഡ് വേറെ വശത്ത്, അങ്ങനെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടോ. എനിക്ക് മുഴുവൻ അറിയില്ല, കാരണം അത്രയും വൈഡായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അല്ലാണ്ട് ചെറിയൊരു ഔട്ട്ഡോർ മാത്രമല്ലായിരുന്നു. അങ്ങനെ എന്താ പറയുക, പോൾസേട്ടൻ ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്ത കാരണം നിങ്ങൾക്ക് എനിക്ക് പുഴയോരത്തിൻ്റെ ഓരോ ഭാഗം എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാൻ പറ്റി. ആ സൈഡിൽ കൂടെ ഒരു പുഴ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് വരുന്നവർ പറയുന്നുണ്ടായിരുന്നു, പുഴ അതിൽ കൂടെ പോണ കാരണമാണ് പുഴയോരം എന്ന് പേര് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് എന്താ പറയുക, ഞങ്ങളൊരു സമയത്ത് എല്ലാ ദിവസവും പുഴയോരത്ത് വന്ന് പോയിരുന്ന സമയമുണ്ടായിരുന്നു. കാരണം കുട്ടികളുടെ മനസ്സമ്മതത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് അന്ന് ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളല്ല. അഷോറുണ്ട്, അഷോർ നമ്മളുടെ ഇവിടെ തന്നെ ഇവിടെ എലഞ്ഞിക്കുളത്തിൻ്റെ അവിടെ നമ്മുടെ അഷോർ എന്ന് പറഞ്ഞിട്ട് അവനാണ് ആർട്ട് ഡയറക്ടറായിരുന്നു. അവൻ ചെയ്യുന്ന പണികളായിരുന്നു ഫുൾ സ്റ്റേജ് മുഴുവൻ. അപ്പോൾ അന്നൊക്കെ 2 ദിവസം മുമ്പ് തൊട്ട് പണികൾ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മളെപ്പോഴും സ്റ്റേജ് വന്ന് നോക്കി പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ മനോജേട്ടനും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ അത്രയും അടുപ്പായത് അങ്ങനെയാണ്. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു പെർമനൻ്റായിട്ട് സംഭവങ്ങളൊക്കെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിനും ലൈറ്റിനും പണി വളരെ കുറവാണ്. അതായത് അവർക്ക് ഇവിടെ വലിയ ഇതില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, വലിയ റൂളില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും അഷോർ സ്ഥിരമായിട്ട് വന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അഷോറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മളുടെ ഈവൻറ്റ്സ് ചെയ്യുന്നുണ്ടെങ്കിലും അഷോറാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലിപ്സൺ എന്ന് പറഞ്ഞിട്ട് ലൈറ്റിന് ലിപ്സനാണ് ചെയ്യുക. ഇനിയിപ്പോൾ ഇത് പെരുന്നാൾക്ക് വരുമ്പോൾ ഞാൻ അവനെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ അവൻ ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ മടിയിൽ ഒന്ന് കിടത്തി കൊടുത്തു. വല്യമ്മയ്ക്ക് ഓർമ്മ കുറവുണ്ടെങ്കിലും കുട്ടികളോടൊക്കെ വലിയ ഇഷ്ടം കേട്ടോ. അപ്പോൾ കിടത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എണീറ്റ് നോക്കിയപ്പോൾ ആൾ വല്യമ്മയാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് എണീറ്റു. അപ്പോൾ അക്കിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ ഭക്ഷണം കഴിക്കേണ്ടത് അവിടെ കൊണ്ട് കൊടുക്കാറ് പതിവ്. ഇതാണ് ഞാൻ പറഞ്ഞ 2 മക്കൾ കേട്ടോ. ഗിറ്റാർ വായിക്കുന്നതാണ് സുബി, മറ്റേ മോനാണ് നോയൽ. സുബി തൃശ്ശൂരും നോയൽ എറണാകുളം എന്നാണ് പറഞ്ഞത് ആ മോൻ.
അങ്ങനെ 2 പേര്. ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ നമ്പർ വാങ്ങിക്കാൻ മറന്നുപോയി. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് തരണ്ട്. കാരണം അത്ര നല്ല എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ ഈ പാട്ടിങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. അങ്ങനെ ഡിമ്പിൾ പോണതിന് മുമ്പായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് അക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാനായിട്ടാണ്. അക്കിക്ക് ഞാൻ എപ്പോഴും പറയും, ഇവിടെ വന്നിട്ടുള്ള കുറേ പേരൊക്കെ അക്കീൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ സംഭവം ഞാൻ പോലും അറിയാത്ത കുറേ ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്. എൻ്റേന്നല്ല, ഇപ്പോൾ വല്യമ്മയുടെ ബന്ധുക്കളായാലും അങ്ങനെ ആ ആൾക്കാരെയൊന്നും ചിലപ്പോൾ ഞാൻ അറിഞ്ഞൊന്നും വരില്ല. പക്ഷേ ഇവരൊക്കെ അക്കിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാനുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. അപ്പോൾ ഇത് നമ്മുടെ ഡിമ്പിളിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ ഷേളി കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ മോളിയുടെ അവിടെ ഞങ്ങൾ സ്ഥിരം പോകുന്നതാണ്. ജോജിയുള്ള സമയത്ത് ഫുൾ അവിടെ നിന്നാണ്. അപ്പോൾ ദേ നമ്മുടെ അമൽ മോളിയുടെ മൂത്ത മകനാണ്, ചെറിയോൻ കാനഡയിലാണ് കേട്ടോ. അപ്പോൾ അവൻ പറയാം, ഞാൻ ഗൂഗിൾസ് എടുത്തിട്ടില്ല, ഇങ്ങനെ വേണ്ട ഡിമ്പിൾ ചേച്ചിന്ന്. അപ്പോൾ ഡിമ്പിൾ എടുത്ത് നടന്നിട്ടുള്ള മോനാണ് അമൽ. അപ്പോൾ അവനിപ്പം നാണക്കേടാണ് പറയുമ്പോൾ. അപ്പോൾ ഡിമ്പിൾ പറയും, എന്നേക്കാളും വലുതായി അമൽ എന്ന് പറയും. അങ്ങനെ അമലും അമിത്തും മോളിയുടെ ഹസ്ബൻഡ് ജോജി ഇപ്പം ഇല്ല, 7 വർഷമായി പോയിട്ടെന്ന് പറഞ്ഞാൽ മരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അമലും മോളിയാണ്. ഇപ്പോൾ വല്യമ്മ മോളിയുടെ അടുത്തുണ്ട്. കാരണം മോളിക്കാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് നോക്കാൻ പറ്റുക. ഷേളിയുടെ അവിടെ കുഞ്ഞുണ്ണീൻ്റെ. എന്നാലും 2 പേരും അടുത്തടുത്താണ്. നമ്മുടെ ലതയുടെ വീടിൻ്റെ അവിടെയാണ് കേട്ടോ. അങ്ങനെ ദേ അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചാക്കോച്ചൻ കയറി സജ്ജൻ്റെ തോളത്ത് കയറി ഇരുന്നതാണ്. അവന് പിന്നെ ഇന്ന ആൾ വേണമെന്നൊന്നുമില്ലല്ലോ. നമ്മുടെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണച്ചക്കനും പെണ്ണും ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ പോയി നിൽക്കലായിരുന്നു. അപ്പോഴാണ് ഡിമ്പിൾ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച അവർക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ടോവിനോ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ കാണാണ്ടായി ചെന്ന് നോക്കിയപ്പോൾ ടോവിനോയുടെ ഫാമിലിയുടെ ഇടയിൽ പോയി നിന്ന് ഫോട്ടോ എടുത്തേക്കണമെന്ന്. അപ്പോൾ ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ക്രേസാണ് പാച്ചുവിന്. ഇങ്ങനെ ആരെങ്കിലും ഇരിക്കുമ്പോൾ പോയിട്ട് അതിൻ്റെ ഇടയിൽ പോയി ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇതിൽ ഞങ്ങൾ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുഴയോരത്തുനിന്ന് ഞങ്ങളിതേ യാത്ര പറഞ്ഞ് എല്ലാവരും മടങ്ങി തുടങ്ങി. അങ്ങനെ എറണാകുളത്തേക്ക് പോണവരൊക്കെ ഇവിടെ നിന്ന് തന്നെ മടങ്ങിയിട്ടോ. അപ്പോൾ പിന്നെ തിരിച്ച് മുക്കാട്ടുകര പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിമ്പിളും ആൻസനും വീട്ടിലേക്ക് ഒന്ന് നേരത്തോടെ പോന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇന്ന് തന്നെ മടങ്ങണം. അവിടെ ഡ്രൈവറില്ല. അപ്പോൾ ആഷിയുടെ ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സമയമാകുമ്പോൾ എപ്പോഴും ആളവിടെ ഉണ്ടാവണം. പിന്നെ റോണി 26th വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളുള്ള കാരണം രാത്രിയിൽ തങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇന്ന് തന്നെ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും മിനിയാന്നൊക്കെ ഞാനും ഡിവൈനും ഡാഡിയും കൂടിയിട്ടാണ് അതൊക്കെ പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വന്ന സമയം കൊണ്ട് അവൾ ഓർഡറും കാര്യങ്ങളൊക്കെ കവറുകളിൽ കാര്യങ്ങളിലൊക്കെ ഒട്ടിച്ച് നമ്മൾ അത് അങ്ങനെയാണ്. അപ്പോൾ അതിപ്പോൾ ഡിവൈനായാലും അതെ, എല്ലാ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി ചെയ്യണമല്ലോ. അങ്ങനെ ശരിക്കും ദൈവം വയ്യാണ്ടായി കേട്ടോ. ഞാൻ വന്ന വഴിക്ക് മാലയും ഇതൊക്കെ ഊരി വെച്ചു. കാരണം നമുക്ക് ഭയങ്കര വീർപ്പൂട്ടല്ലേ, ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് കുറേ ഞാൻ 3 മണിക്ക് പോയതല്ലേ, ഇപ്പം മണി 10:45 അങ്ങോട്ടാണ് കേട്ടോ സമയം. അങ്ങനെ ദേ തോമു പാച്ചുവിനെയും വെച്ചതാ ജീപ്പ് ശരിയായില്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ റിമോട്ടിൽ നിന്ന് മാറ്റിയിട്ട് സാധാരണ ഓടിക്കുന്ന പോലെയൊക്കെ തോമു ശരിക്കും ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറയായിരുന്നു, പാച്ചുവിൻ്റെ ജീപ്പ് അവിടെ എടുത്ത് കൊടുത്തോളൂ, അവനും അതിങ്ങനെ ഓടിച്ച് ശീലിക്കട്ടെ. അപ്പോൾ പറ്റിയെങ്കിൽ വരുമ്പോൾ അത് കൊണ്ടുവരിക. കാരണം ഇവിടെ ഇനിയിപ്പോൾ അടിയാവും. 2 പേരും 3 ആളുണ്ടല്ലോ. ചാക്കോച്ചന് സ്ഥിരം നമ്മുടെ തോമുവിൻ്റെ കൂടെ ഇതിലിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടിയാവും അവിടെ. പിന്നെ ആ ജീപ്പ് ഇങ്ങനെ അനങ്ങാണ്ട് കിടന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ ആ പയ്യൻ വന്നപ്പോഴാണ് പറഞ്ഞാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തുരുമ്പ് കയറി കേടാവും. കാരണം നല്ല വിലയുള്ള സാധനങ്ങളല്ലേ, അപ്പോൾ പിന്നെ അത് വെറുതെ നാശാക്കായിക്കോട്ടാന്ന് പറഞ്ഞു ആ മോൻ. അപ്പം ഞങ്ങൾ ഇന്നലെ തൊട്ട് ഞാനും ഡിവൈനും പറയായിരുന്നു ഡിമ്പിളിനോട് അത് വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞോളൂ. കാരണം ഇവിടെ ആകുമ്പോൾ എങ്ങനെയെങ്കിലും യൂസ് ചെയ്യും. അവിടെ കുട്ടികളും കാര്യങ്ങളൊന്നുമില്ലല്ലോ. അവിടെ മുകളിൽ ഇടുമ്പോൾ അത് തുരുമ്പ് പിടിക്കുകയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത്രയും വിലയുള്ള സാധനമല്ലേ, വെറുതെ നശിപ്പിക്കേണ്ടതെന്ന്. അങ്ങനെ അപ്പാപ്പനെ കണ്ടപ്പോൾ പാച്ചൂട്ടന് ഭയങ്കര കരഞ്ഞും കൊണ്ടാണ് ഇന്ന് പോണത് കേട്ടോ. ഉറക്കമുള്ള കരച്ചിൽ എനിക്ക് കേൾക്കായിരുന്നു. ഞാൻ പിന്നെ ഇത് മ്യൂട്ട് ചെയ്ത കാരണമാണ് നമ്മളത് കേൾക്കാത്തത്. അപ്പോൾ ഡിവൈൻ കളിയാക്കണം അവനെ ടാറ്റ പറഞ്ഞിട്ട് കരഞ്ഞിട്ട്. അങ്ങനെ ദേ ചേട്ടനും അനിയനും ഇതാ വരണു. തോമു തന്നെ ജീപ്പൊക്കെ തിരിച്ച് അപ്പൻ്റെ അതേ കഴിവാണ്. അപ്പൻ്റെ എന്ന് പറയാൻ പറ്റില്ല, അപ്പാപ്പൻ്റെയാണ് അപ്പന് കിട്ടിയിട്ടുള്ളത്, അപ്പൻ്റെയാണ് മോന് കിട്ടിയിട്ടുള്ളത്. ഡാഡി ഇപ്പോഴും ഡ്രൈവ് ചെയ്ത്, ഡാഡി എനിക്ക് തോന്നുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് കാറ് എടുത്തു തുടങ്ങിയിട്ടുള്ളതാണ്. അതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യം വന്നില്ല. അന്ന് കാറിലല്ലോ, 2 വീലറല്ലേ. അത് കഴിഞ്ഞ് ഡോൺ കുഞ്ഞുകുട്ടിയായിരിക്കുമ്പോഴാണ് ഫസ്റ്റ് നമ്മൾ കാർ എടുക്കുന്നത്. അന്ന് തൊട്ട് ഡാഡിയാണ് ഇന്ന് വരെ കാർ എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഡോണിനുണ്ട്. അത് തന്നെ നമ്മുടെ
തോമൂനും ഉണ്ട്. പാച്ചുവിന് അങ്ങനെ പാച്ചുവിന് ഇന്നതെന്നല്ല, അവന് അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളോടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എങ്ങനെയാവും എന്താവും എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ദേ ടാറ്റ ബൈ ബൈ പറഞ്ഞ അപ്പനും മക്കളും കയറി ഡിവൈൻ ദാ പിന്നാലെ പോയി. അത് കഴിഞ്ഞ് ഞാൻ പതിവുപടി നമ്മുടെ പട്ടിക്കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഡിവൈൻ പറഞ്ഞു പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട്. അപ്പോൾ ദേ ഒന്നിട്ടൊന്ന് പറയാം, ഇവിടെ കണ്ടോ ഈ വാതിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയി ചെതൽ കയറിയിട്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെതലിൻ്റെ ഇഞ്ചക്ഷൻ ഈ വശത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തോ അത് ഇങ്ങനെ ആയി. അപ്പോൾ അതിന് ഇനി ആശാരിപ്പണി ഉണ്ട്. ഇനി പെരുന്നാൾക്ക് മുമ്പായിട്ട് അതൊന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കലണ്ടറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ എഴുതി വയ്ക്കുന്ന. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 2 കൊല്ലമായിട്ട് ആ പതിവ് തെറ്റിച്ചതാണ്, ഞാൻ നിർത്തിയതാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് ഞാൻ നിർത്തണേ, എന്തെങ്കിലും ഒരു ഉപകാരം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഈ കലണ്ടറിൽ എഴുതണോണ്ട് കേട്ടോ. എന്തോ അത് നമുക്ക് ചില സമയത്ത് തമ്പുരാൻ തോന്നിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അത് ഇങ്ങനെ വെള്ളം വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മാതാവിനെ കാണുമ്പോൾ ഞാൻ പറയും എന്നും ഇതുപോലെ ഐശ്വര്യമായിട്ട് രാവിലെ എണീക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും ഭംഗിയാക്കി തരണേ, അതുപോലെ നമ്മളുടെ ഭക്ഷണത്തിന് ഒരു അന്നത്തിനൊന്നും ഒരു മുട്ട് വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ എണീക്കുക, ഒരു മെഴുതിരി കത്തിക്കുക. വൈകുന്നേരം കിടക്കുമ്പോഴും അത് ഞാൻ എപ്പോഴും വിചാരിക്കും. ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിയറിയാം, നിങ്ങൾ എൻ്റെ ഓരോ ദിവസത്തെയും വീഡിയോസ് നോക്കിയറിയാം, എപ്പോഴും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഓരോ ദിവസവും മുന്നോട്ട് പോണതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണെന്ന്. കാരണം അമ്മമാരാണ് മക്കൾക്ക് വിശക്കുണ്ടോ അല്ലെങ്കിൽ വിശപ്പ് അറിയുന്ന അവർ അമ്മമാരാണ്. അമ്മമാരെ പോലെ വിശപ്പറിയുന്ന മക്കളുടെ വിശപ്പറിയുന്നവർ ആരും ഉണ്ടാവില്ല. ഇന്ന് ഇവിടെ ആ കുട്ടി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ, ഞാൻ പറയാം. ഇത് നമ്മുടെ സാരി ക്ലിപ്പാണ്. അന്ന് ഞാൻ ഒരുങ്ങണതിൽ ഡിംപിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് 4 സാരി ക്ലിപ്പാണ്. ഇത് ഗോൾഡൻ വെച്ചിട്ട് സ്റ്റോൺസായിട്ട്, പിന്നെ ഒരെണ്ണം സിൽവർ വെച്ചിട്ട്, പിന്നെ 2 കല്ലില്ലാണ്ട് പ്ലെയിനായിട്ട്. അപ്പോൾ എനിക്ക് ആകെ സാരി ഉടുക്കുമ്പോൾ വേണ്ടത് ഈ ക്ലിപ്പും ഒരു സൂചിയും മാത്രമാണ്. എനിക്ക് സൂചി അല്ലാണ്ട് ഞാൻ ഒന്നിനും ഉപയോഗിക്കാറില്ല. ചിലവർ കണ്ടിട്ടുണ്ട് നൈറ്റീമി ആയാലും സാരിമി ആയാലും ബ്ലൗസുമേ ആയാലും നിറച്ച സൂചി. ഞാൻ സൂചിയേ ഉപയോഗിക്കില്ല. ആ സൂചി ഉപയോഗിക്കേണ്ടത് ചിലപ്പോൾ നൈറ്റിക്ക് വേണ്ടി വന്നാൽ ഞാൻ ചെയ്യുന്നത് സൂചി നൂലും വെച്ച് അവിടെ തുന്നും. അപ്പോൾ പിന്നെ സൂചി കുത്തണ കൊടുത്ത് വേണ്ട, അവിടെ സൂചി നൂലും തുന്നി കഴിഞ്ഞാൽ പിന്നെ തുറന്ന് കിടക്കാനുള്ള ഒരു ബട്ടണല്ലേ വേണ്ടു, ബാക്കിയൊക്കെ തുന്നി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂചിയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നമുക്ക് പുതിയ വിശേഷമൊക്കെ ആയിട്ട് വേഗം വരാം കേട്ടോ. ഇന്ന് ശരിക്കും വയ്യാണ്ടായി, ഇന്ന് കിടന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. ഇപ്പോൾ തന്നെ 12:30 കഴിഞ്ഞു. എന്നാലും ഞാൻ വേഗം പോയി കിടക്കട്ടെ. പിന്നെ നമുക്ക് നാളെ കാണാം. ബൈ.